എന്തായാലും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അടുത്ത ആഴ്ച പരീക്ഷയാണ് വരാൻ പോകുന്നത്. പോയിരുന്ന് പഠിക്കടി. ഞാൻ ക്ലാസ്സിൽ തന്നെയാ കാണുന്നത്. ഈ ചേച്ചിയെ കൊണ്ട്. ഹലോ ഹലോ. അപ്പോൾ നാളെ ഉണ്ടാകണം. ഞാൻ നാളെ കാത്തിരിക്കും. വരണം. ഓക്കെ ഓക്കെ. നിന്റെ വാട്സപ്പ് ഒന്ന് നോക്ക്, എന്നിട്ട് നീ തീരുമാനിക്കും. ഓക്കെ? എന്താടി, എന്തിനാ കരയുന്നേന്ന്? ഒന്നുമില്ല. എന്താ, എന്ത് പറ്റി? എന്തിനാ ഓള് കരയുന്നത്? ഞാൻ ആര്? എന്റെ മക്കള് എന്നേ എന്നെ മനസ്സിൽ നിന്ന് കുടിയിറക്കി. എന്നാലും എന്റെ സാവിത്രി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എടി, എന്തെങ്കിലും പഠിച്ചൊരു ജോലി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ കോളേജിലേക്ക് അയച്ചത്. എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടി? കഷ്ടം. ഞാനിവിടെ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടെന്നറിയോ? ആരോട് പറയാൻ? നിന്നെയൊക്കെ എങ്ങനെ വളർത്തിയെന്നറിയോ? എടി, ഒരു ഗ്ലാസും വെള്ളം ഇങ്ങോട്ട് എടുത്തേ. എന്താടി, നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നല്ലോ. ഇഷ്ടപ്പെട്ടില്ല. ഇത് വേറൊന്നുമല്ല. രണ്ട് പിള്ളേർ വളർന്നു വരുന്നുണ്ടെന്നില്ല ബോധം വേണം. ഇല്ലേ പിന്നെ കൂടെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ബോധം വേണം. ജയേട്ടാ, വെള്ളം ഞാൻ പോയിട്ട് എടുത്തിട്ട് പറ്റാ. ആ, പോയി എടുത്തിട്ട് വാ. കുറച്ച് വെള്ളം കൊണ്ട്. എടി ജാഗോട്ടാ, നിങ്ങൾ ഓളോട് വെള്ളം ചോദിച്ചിട്ട് എന്റെ മുഖത്തേക്ക് വെള്ളം തെവിനോട്. എടി, നിനക്ക് ഇത്രക്ക് അഹങ്കാരം? എന്റെ കൂടെ വന്ന ആളെ നീ അപമാനിക്കുവല്ലേ? നിന്നെ ഞാൻ എടി, നീ എന്റെ കയ്യിൽ കേറി പിടിക്കുവല്ലേ?
ഞാൻ എന്തൊക്കെ കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നില്ല ഇനി. ചേച്ചി നാളെ അവൻ വീണ്ടും പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ നാളെ പോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ എത്തിയില്ലേ? ഓക്കെ. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ, നീ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ അയച്ചത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, വാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങാൻ ഞാനും കൂടി വന്നാലോ? അവന്റെ ഒരു മൊബൈൽ. എടി നിന്നെ. എന്താണ് നിനക്ക് വേണ്ടത്? ചേച്ചി വേണ്ട ചേച്ചി. നിന്റെ കയ്യിലിരിപ്പും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നാ അടിച്ച് മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും, പറഞ്ഞേക്കാം. നിന്നെ പോലുള്ള മാന്യന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ എടുക്കടി വീഡിയോ. നിന്നെ പോലുള്ളവർക്കെതിരെ ഇനി സ്ത്രീകൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇരകളാക്കപ്പെടുന്നവർക്കെതിരെ കരുണയില്ലാത്ത ചില മാധ്യമ ഹിജടകളുടെ അജണ്ടകൾക്ക് മീതെ അടർക്കളത്തിൽ അടരാടിയില്ലെങ്കിൽ ഇരകളെ പിടിച്ചുകൊണ്ടേയിരിക്കും. ജാഗ്രത.